അനുവിന്റെ മുമ്പില് വീണ്ടും ഞാൻ തോറ്റുപോയി ഹർഷേ. അവൾ എന്റെ മുമ്പിലിരുന്ന് അഹങ്കാരത്തോട് സംസാരിച്ചപ്പോ ഞാനൊന്നും അല്ലാതായിപ്പോയി. ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. അനു പറഞ്ഞത് അക്ഷരം പ്രതി അനുസരിച്ച് ഇന്ദ്രൻ അവൾക്ക് പണം കൊടുക്കാൻ പോവാ. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൂടി നടന്ന ഞാൻ അവളുടെ മുന്നിൽ മുട്ടുകുത്തിയതുപോലെ ആവില്ലേ ഹർഷേ? എന്താ ഹർഷ നീയൊന്നും മിണ്ടാത്തെ? ഈ അവസ്ഥയിൽ എനിക്കൊപ്പം നിൽക്കേണ്ടത് നീയല്ലേ? എന്നിട്ട് നീ ഒന്നും മിണ്ടാതെ കിടന്നാലോ? എനിക്ക് ജയിക്കാൻ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ ഹർഷേ. ഇന്ദ്രൻ അനുവിനെ അനുസരിച്ച് തുടങ്ങുന്നത് നിനക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ. അവളെ നമുക്ക് തോൽപ്പിക്കണം. എന്റെ മുഖത്ത് നോക്കി ആ നശിച്ചവള് കണക്ക് പറഞ്ഞപ്പോ ഞാൻ വട്ടപ്പൂജയായി പോയി ഹർഷേ. ഇരുന്നേരിപ്പിൽ ഭൂമി പിളർന്ന് താഴേക്ക് പോയാൽ മതിയെന്ന് എനിക്ക് തോന്നിപ്പോയി ഹർഷേ. എനിക്കവളെ തോൽപ്പിക്കണം ഹർഷേ. അവളുടെ കണ്ണുനീര് എന്റെ കാൽ ചൂട്ടിൽ വീഴ്ത്തണം. അതിനും നീ എനിക്കൊപ്പം നിന്നേ മതിയാവൂ ഹർഷേ. ആന്റി, ആന്റി എന്തൊക്കെയാ പറയുന്നത്? ഹർഷയ്ക്കെല്ലാം കേൾക്കാവുന്നല്ലാതെ പ്രതികരിക്കാൻ കഴിയില്ല. അത് ആന്റിക്ക് അറിയാവുന്ന കാര്യമല്ലേ? അറിയാൻ രവി, പക്ഷെ എന്റെ വിഷമം ഹർഷയ്ക്ക് മനസ്സിലാവും. അതാ ഞാൻ ഓടി ഇവിടേക്ക് തന്നെ വന്നത്. വെറുതെ മണ്ടത്തരം പറയാതെ സുശീലേ. സംസാരിക്കാനോ അനങ്ങാനോ കഴിയാതെ തളർന്നു കിടക്കുന്ന ആളോടാണോ ഇത്തരം കാര്യങ്ങൾ പറയുന്നേ? അത് ഹർഷയ്ക്ക് കൂടുതൽ പ്രയാസം ഉണ്ടാക്കുമെന്ന് നിനക്കറിയില്ലേ? ഞാനൊരു കാര്യം തുറന്നു പറഞ്ഞേക്കാം. എന്റെ കുഞ്ഞിനും എനിക്കും ഹർഷയെ വേണം. എങ്ങനെയെങ്കിലും അവളെ പഴയതുപോലെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ് ഞാൻ നോക്കുന്നത്. ആന്റി അതില്ലാതാക്കരുത്. രവി, അല്ല ഞാൻ എന്ത് ചെയ്തെന്ന് ഈ പറയുന്നേ? അനുവിന്റെ പരാജയം എന്നേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്ന ഹർഷയാ. അത് രവിക്കും അറിയാലോ. ആന്റി, എനിക്കെല്ലാം അറിയാം. അതുകൊണ്ടാണ് എനിക്കിപ്പോ ഇങ്ങനെ പറയേണ്ടി വരുന്നേ. ആന്റിയുടെ കൂടെ കൂടി കാട്ടിക്കൂട്ടിയതിനൊക്കെ ദൈവം ഹർഷയ്ക്ക് കൊടുത്ത ശിക്ഷയായിരിക്കും ഈ അവസ്ഥ. ഇതിന്ന് എന്റെ ഭാര്യ എനിക്ക് രക്ഷിച്ചേ മതിയാകൂ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പറയാൻ ആന്റി ഇനി ഹർഷയുടെ മുന്നിലേക്ക് വരരുത്.